ഏതാടി ഈ കുട്ടിപ്പിശാശ്? ജോയലിനെ വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന 12 വയസ്സോളം പ്രായം വരുന്ന കൊച്ചു പെൺകുട്ടിയെ നോക്കി ജെസ്സി കൃഷ്ണനോട് ചോദിച്ചു. ആർക്കറിയാം ഇതൊക്കെ ഏതാണെന്ന്? എന്നോട് പറഞ്ഞാലല്ലേ എനിക്കറിയൂ, കൃഷ്ണ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ജോച്ചായ, എന്താ എന്നെ കാണാൻ വരാഞ്ഞേ? എത്ര നാളായി പോയിട്ട്? എന്നെ മറന്നുപോയോ? അവനിൽ നിന്ന് അടർന്നു മാറി മൂക്ക് വലിച്ചുകൊണ്ട് അവൾ ചോദിച്ചപ്പോൾ ജോയൽ ചിരിയോടെ അവളുടെ കവിളിൽ കൈവച്ചു. എൻ്റെ പൊന്നൂന് ജോച്ചായൻ അങ്ങനെ അങ്ങ് മറക്കുവോ? തിരക്കായി പോയിട്ടില്ലേടാ? ജോയൽ അവളെ ആശ്വസിപ്പിച്ചു. അയ്യേ, ഈ കൊച്ചാണോ പൊന്നു? വെറുതെ കൊതിപ്പിച്ചു കളഞ്ഞല്ലോ കർത്താവേ. ലെവിൻ നിരാശയോടെ ജോബിൻ്റെ കയ്യിൽ കടിച്ചു. ആ, മാറി നിൽക്കടാ നാറി, നിലവിളിച്ചുകൊണ്ട് ജോബിൻ ലെവിനെ തള്ളി ദൂരേക്ക് നിർത്തി. കാശിയും എന്തോ പോയ അണ്ണാനെ പോലെ നിൽപ്പുണ്ട്. അവന്മാരുടെ മുഖത്തെ നിരാശ കണ്ട് പെൺപിള്ളേർക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. മോള് പോയി കുളിച്ചിട്ട് ആഹാരമൊക്കെ കഴിക്ക്. സ്കൂളിൽ പോയിട്ട് ക്ഷീണിച്ച് വന്നതല്ലേ? അപ്പോഴേക്കും ജോച്ചായൻ ഇതൊക്കെ ഒന്ന് ഒരുക്കിയിട്ട് വരാം. ജോയൽ വാത്സല്യത്തോടെ പറഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പുഞ്ചിരിയോടെ തലയാട്ടി. പിന്നെ അവൾക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും നോക്കി അവൾ നിഷ്കളങ്കമായി ചിരിച്ചു. അവരും അവൾക്കൊരു നേർത്ത പുഞ്ചിരി കൈമാറി. അപ്പോൾ തന്നെ അവൾ അവിടെ നിന്ന് മുന്നിലേക്ക് ഓടി. ഞാൻ പോയിട്ട് വന്നിട്ട് എല്ലാവരെയും പരിചയപ്പെടാം. കിച്ചു ചേച്ചി എനിക്ക് അറിയാട്ടോ. പോകുന്ന പോക്ക് തിരിഞ്ഞു നോക്കാതെ തന്നെ കുലുങ്ങി ചിരിച്ചുകൊണ്ട് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവളുടെ പോക്ക് കണ്ട് എല്ലാവരും ചിരിച്ചുപോയി. എന്നാലും നീ വെറുതെ ഞങ്ങളെ കൊതിപ്പിച്ചല്ലോടാ. ഈ പൊടി കൊച്ചാണ് പൊന്നു എന്ന് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോടാ നിനക്ക്? കാശി നിരാശയോടെ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചുപോയി. ജെസ്സി അവനെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട്. അതിന് അവനൊന്ന് ഇളിച്ചു കൊടുത്തു. കൃഷ്ണ ജോയലിനെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നു. അവൻ്റെ കണ്ണുകൾ തന്നെ തേടി വരുന്നില്ലെന്ന് കണ്ടപ്പോൾ നെഞ്ചൊന്നു പിടഞ്ഞു. അവൻ തിരിഞ്ഞു നോക്കാതെ പടികൾ കയറി മുകളിലേക്ക് കയറിപ്പോയി. എല്ലാവരും അവരവർക്കായി ഒരുക്കിയ മുറികളിലേക്ക് കയറി. ജോബിൻ്റെയും ലിയയുടെയും മുറി താഴെയാണ്. അതുപോലെ ലെവിനും മാധവനും സെപ്പറേറ്റ് മുറികളാണ്. അതും താഴെ തന്നെയാണ്. കാശിക്കും ജെസ്സിക്കും വേണ്ടി മുകളിലെ മുറിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. കൃഷ്ണ ജോയലിൻ്റെ പിറകെ പടികൾ കയറി മുകളിലേക്ക് ചെന്നു. അവൾ ചെല്ലുമ്പോൾ അവൻ പെട്ടികളിലുള്ള സാധനങ്ങളെല്ലാം ഷെൽഫിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. അവൾ ആ മുറി മുഴുവനൊന്ന് നോക്കി. തടി കൊണ്ടുള്ള പണികളാണ് റൂം മുഴുവൻ. ചുവരുകളും കട്ടിലും ടേബിളുകളും ചെയറും എല്ലാം തടി തന്നെ. അവയിൽ വെളുത്ത നിറത്തിലെ പെയിന്റ് അടിച്ചിരിക്കുകയാണ്. അവിടെ മാകെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തോന്നി അവൾക്ക്. അവൾ മെല്ലെ ചെന്ന് അവന് പിറകിലൂടെ ചുറ്റിപ്പിടിച്ചു. ജോയൽ അനങ്ങിയില്ല. അവൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി തുടർന്നു. സോറി ജോ, കൃഷ്ണ പതിയെ പറഞ്ഞു. ജോയൽ മിണ്ടിയില്ല. സോറിയിടാ. നിന്റെ സംസാരമൊക്കെ കേട്ടപ്പോൾ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ജോബിച്ചായനും ഏട്ടനുമൊക്കെ പറഞ്ഞിരുന്ന നിന്റെ തോട്ടത്തിലെ മുന്തിരിപ്പെണ്ണിനെ ഓർത്തുപോയി. അതുകൊണ്ടല്ലേ? അവൾ കൊഞ്ചലോടെ പറഞ്ഞു. അവളുടെ സംസാരത്തിൽ മുഖത്തൊരു ചിരി മിന്നിയെങ്കിലും അവനൊന്നും മിണ്ടിയില്ല. തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവളത് കണ്ടതുമില്ല. കൃഷ്ണയ്ക്ക് സങ്കടം തോന്നി. അവൾ അവൻ്റെ പുറത്തേക്ക് മുഖം ചേർത്ത് വെച്ചു. സോറി ഇച്ചായ. പതിയെ, വളരെ പതിയെ പതിഞ്ഞ ശബ്ദത്തിൽ അവളത് പറയുമ്പോൾ ജോയലിൻ്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. അവൻ അവളെ വലിച്ച് മുന്നിലേക്ക് നിർത്തി. ഒന്നുകൂടി പറ, അവൻ കുറുമ്പോടെ പറഞ്ഞു. കൃഷ്ണ ചിരിച്ചു. സോറി ഇച്ചായ. അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചുകൊണ്ട് അവൾ കുറുമ്പോടെ പറഞ്ഞു. അവൻ 2 കൈകൾ കൊണ്ടും അവളെ വരിഞ്ഞു മുറുക്കി. രാത്രി ഒരു സർപ്രൈസ് ഉണ്ട്. അവൻ അവളുടെ കാതോരം മെല്ലെ പറഞ്ഞുകൊണ്ട് അവിടെയൊന്ന് നുണഞ്ഞു വിട്ടു. അവളൊന്ന് പുളഞ്ഞുകൊണ്ട് കഴുത്തു വെട്ടിച്ചു. ഫ്രഷായി വാ, താഴേക്ക് പോകാം. അവൻ പറഞ്ഞപ്പോൾ അവൾ മെല്ലെ തലയാട്ടിക്കൊണ്ട് പെട്ടിയിൽ നിന്ന് മാറിയിടാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു. ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി കൃഷ്ണ, നല്ല തണുപ്പുണ്ട്. സന്ധ്യയായി വരുന്നത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കോട വന്നു തുടങ്ങിയിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും അകത്തേക്ക് അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവൾ തലയാട്ടിക്കൊണ്ട് വാഷ്റൂമിലേക്ക് കയറി ഡോറടച്ചു. ബാക്കിയുള്ള ഡ്രസ്സുകളും കൂടി അടുക്കി വെച്ച ശേഷം അവനും ഒരു ടവലും എടുത്ത് അടുത്ത് തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു മുറിയിലേക്ക് കയറി. എല്ലാവരും ഫ്രഷായി താഴെ വരുമ്പോഴേക്കും 7 മണി കഴിഞ്ഞിരുന്നു. താരാമ്മ എല്ലാവർക്കും കഴിക്കാനുള്ള ആഹാരം ടേബിളിൽ നിരത്തി. കപ്പയും ബീഫ് വരട്ടിയതും ചപ്പാത്തിയും തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയും നല്ല നാടൻ വീഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു ടേബിളിൽ. എല്ലാവരും വന്നിരുന്നപ്പോൾ താരാമ്മ അവർക്ക് വിളമ്പിക്കൊടുത്തു. പൊന്നുവും അവരുടെ കൂടെ കഴിക്കാനിരുന്നു. അതോടൊപ്പം താരാമ്മയുടെ ഭർത്താവ് ഗ്രിഗറിയും വന്നിരുന്നു. അയാളും ചേർന്നാണ് അവർക്ക് വിളമ്പിക്കൊടുക്കുന്നത്. ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ താരാമ്മയും ഗ്രിഗറിയും പൊന്നുവും അവരോട് കൂടുതൽ അടുത്തിരുന്നു. പൊന്നു എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി. താരയ്ക്കും ഗ്രിഗറിക്കും 8 വർഷത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ പൊന്നോമനയാണ് പൊന്നു എന്ന തെരേസ ഗ്രിഗറി. അതുകൊണ്ട് തന്നെ കൊഞ്ചിച്ചു വളർത്തിയതിൻ്റെ എല്ലാ വികൃതിയും അവളിൽ ഉണ്ടായിരുന്നു. അവളുടെ കുറുമ്പും കുസൃതിയും എല്ലാം ആസ്വദിച്ചുകൊണ്ട് അവർ ഭക്ഷണം കഴിച്ചു. പിന്നെ പുറത്തെ പുൽത്തകിടികളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കൽബെഞ്ചുകളിലേക്ക് അവർ ഒന്നിച്ചു കൂടി. വട്ടത്തിൽ കിടക്കുന്ന ബെഞ്ചുകൾക്ക് നടുവിലായി വിറകുകൾ കൂട്ടിയിട്ട് കത്തിച്ച് തീ കായുന്നുണ്ട് അവർ. സ്വെറ്റർ ധരിച്ചിട്ടുണ്ടെങ്കിലും അവിടുത്തെ തണുപ്പിൽ അതൊക്കെ വെറുതെയാണെന്ന് തോന്നിപ്പോയി എല്ലാവർക്കും. രവിയും മാധവും കൂടി ഒരുമിച്ച് ഒരു കമ്പിളിയിൽ പൊതിഞ്ഞാണ്
ഇരിപ്പ്. ജോബിൻ ബെഞ്ചിലിരിക്കുന്ന ലിയയുടെ മടിയിൽ തലവെച്ച് താഴെ പുൽത്തകിടിയിൽ ഇരിക്കുകയാണ്. ജെസ്സിയുടെ മടിയിൽ തലവെച്ച് ബെഞ്ചിൽ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കാശി. അവരിൽ നിന്നെല്ലാം വിട്ടുമാറി കുറച്ച് ബാക്കിലായി കിടക്കുന്ന ബെഞ്ചിൽ പരസ്പരം കൈകോർത്ത് പിടിച്ചിരിക്കുകയാണ് ജോയലും കൃഷ്ണയും. അവന്റെ ഇടം കൈ ഇടയ്ക്കിടയ്ക്ക് അവളിലാകെ കുസൃതി കാട്ടുന്നുമുണ്ട്. കണ്ണുരുട്ടി ഒരു നോട്ടത്തിൽ കൃഷ്ണ അവന്റെ കൈയുടെ ചലനത്തെ അവസാനിപ്പിക്കുന്നുമുണ്ട്. ആരും കിടക്കുന്നില്ലേ? സമയം ഒരുപാടായി. ജോബിൻ നിലത്തുനിന്ന് എഴുന്നേറ്റ് ലിയയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞു. കണ്ണുകൊണ്ട് അവളോട് എന്തൊക്കെയോ കഥകളി കളിക്കുന്നുമുണ്ട് അവൻ. എന്നാ പിന്നെ പോയേക്കാമല്ലേ? നല്ല തണുപ്പ്. പോയിട്ട് വേഗം കിടന്നുറങ്ങണം. ജെസ്സിയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് കൈകൾ കൂട്ടുതിരുമ്മി കാശിയും പറഞ്ഞു. തെണ്ടി, തിന്നണം ഉറങ്ങണം എന്നൊരു വിചാരമേ ഉള്ളൂ. അൺറൊമാൻറ്റിക് ശവം. പിറുപിറുത്തുകൊണ്ട് ജെസ്സി എഴുന്നേറ്റ് നടന്നു. അവളുടെ പോക്ക് കണ്ട് എല്ലാവർക്കും ചിരി പൊട്ടി. കാശിയാണെങ്കിൽ ഇവളിപ്പോൾ എന്തിനാ ഇങ്ങനെ പിറുപിറുക്കുന്നത് എന്ന മട്ടിലാണ് ഇരിപ്പ്. അവളുടെ പോക്ക് പന്തിയല്ലെന്ന് മനസ്സിലായപ്പോൾ അവനും എഴുന്നേറ്റ് അവൾക്ക് പിറകെ പോയി. അവരുടെ കൂടെ ലിയയും ജോബിനും അകത്തേക്ക് പോയി. എന്നാ പിന്നെ ഞങ്ങളും പോവുക. ഇവിടെ ഇരുന്നിട്ടും കാര്യമില്ല, അകത്തു പോയാലും കാര്യമില്ല. അതുകൊണ്ട് ഗുഡ് നൈറ്റ്. ഒരു നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ട് ലെവിൻ മാധുവിനെയും കൂട്ടി അകത്തേക്ക് പോയി. അവന്റെ നിരാശ കണ്ട് ജോയലും കൃഷ്ണയും ചിരിച്ചുപോയി. നമുക്കും പോയാലോ? കൃഷ്ണ ജോയലിനെ നോക്കി. പോകാം, പക്ഷേ അകത്തേക്കല്ല, പുറത്തേക്ക്. അവളുമായി എഴുന്നേറ്റ് ബംഗ്ലാവിന് പുറകിലേക്ക് നടന്നുകൊണ്ട് ജോയൽ കുറുമ്പോടെ പറഞ്ഞു. ജോ, നീ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോണേ? വീട്ടിലൂടെ മുന്നിലേക്ക് നടക്കുന്ന ജോയലിനെ നോക്കി കൃഷ്ണ ചോദിച്ചു. അപ്പോഴും അവളുടെ കൈ അവന്റെ കൈക്കുള്ളിൽ ഭദ്രമായിരുന്നു. പറയാം, ഒച്ച വയ്ക്കാതെ. അവളുമായി മുന്നിലേക്ക് തന്നെ നടന്നുകൊണ്ട് അവൻ പറഞ്ഞു. കൃഷ്ണ പിന്നെ ഒന്നും ചോദിക്കാതെ അവനൊപ്പം നടന്നു. കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്നപ്പോൾ ജോയൽ പെട്ടെന്ന് നിന്നു. കൃഷ്ണ സംശയത്തോടെ അവനെ നോക്കി. അവനും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൻ കണ്ണുകൊണ്ട് അവളോട് മുന്നിലേക്ക് നോക്കാൻ പറഞ്ഞു. അവളൊരു സംശയത്തോടെ മുന്നിലേക്ക് നോക്കി. മുന്നിലൊരു വലിയ മരമാണ്. നല്ല ഉയരവും വണ്ണവുമുള്ള ഒരു കൂറ്റൻ മരം. അതിന്റെ തടിയോട് ചേർന്ന് എന്തോ ഒന്ന് ഭാരത്തോടെ തൂങ്ങിയാടുന്നുണ്ട്. കൃഷ്ണ സംശയത്തോടെ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. നിലാവിന്റെ നേർത്ത വെളിച്ചത്തിൽ കാണുന്ന ആ വസ്തു ഒരു ഏണി പോലെയാണെന്ന് അവൾക്ക് തോന്നിയത്. അല്ല, തോന്നലല്ല, ഏണി തന്നെയാണ്. മുകളിലേക്ക് കയറാൻ പാകത്തിന് തൂക്കിയിട്ടിരിക്കുന്ന തടിയുടെ ഏണി. അതിന്റെ അറ്റം കണ്ടെത്താനായി അവൾ ആ നിലാവിന്റെ വെളിച്ചത്തിൽ തന്റെ കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി. ആ കണ്ണുകൾ ഒരു നിമിഷം കൊണ്ട് വിടരുന്നത് ജോയൽ കൗതുകത്തോടെ നോക്കി നിന്നു. മരത്തിന്റെ ഏറ്റവും മുകളിൽ പന്തൽ പോലെ നിൽക്കുന്ന ചില്ലകൾക്കും ഇലകൾക്കും കുറച്ച് താഴെയായി ഒരു വലിയ ചില്ലയുണ്ട്. അതിലും മരത്തിന്റെ തടിയിലുമായി ചേർത്ത് പലകകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഭംഗിയുള്ള ഒരു കുഞ്ഞു വീട് പോലെ ഒന്ന്. കൃഷ്ണയുടെ കണ്ണുകൾ തിളങ്ങി. ഏറുമാടം. കൃഷ്ണയുടെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു. ജോയൽ പുഞ്ചിരിച്ചു. ജോ, ഇതാണ് സർപ്രൈസ്. അവൾ അത്ഭുതത്തോടെ ചോദിച്ചപ്പോൾ തന്നെ ജോയലിന്റെ മറുപടി എത്തി. കയറ്. അവൾ പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞപ്പോൾ കൃഷ്ണ അവനെ ഒന്ന് നോക്കിയ ശേഷം പതിയെ ആ ഏണിൽ ചവിട്ടി മുകളിലേക്ക് കയറാൻ തുടങ്ങി. പേടിയുണ്ടോ? നീ ഉണ്ടല്ലോ. മുകളിലേക്ക് കയറുന്നതിനിടയിലുള്ള അവന്റെ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ കൃഷ്ണയ്ക്ക്. ഏറ്റവും മുകളിലെത്തി ഏറുമാടത്തിന്റെ മുന്നിൽ മുളക്കമ്പുകൾ കൊണ്ട് നീട്ടിക്കെട്ടിയിരിക്കുന്ന കൈവരിയിൽ പിടിച്ചു നിന്നുകൊണ്ട് അവൾ താഴേക്ക് നോക്കി. ഇത്രയും ഉയരം താൻ കയറിയോ എന്നവൾ ഒരു നിമിഷം ഓർത്തുപോയി. അവിടെ നിൽക്കണ്ട, പേടി തോന്നും, അകത്തേക്ക് വാ. താഴേക്ക് നോക്കിയുള്ള അവളുടെ നിൽപ്പ് കണ്ട് അവൻ ചെറിയ പരിഭ്രമത്തോടെ പറഞ്ഞു. കൃഷ്ണ തിരിഞ്ഞു നിന്ന് അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഏറുമാടത്തിന്റെ വാതിൽ പതിയെ തള്ളി തുറന്നു. നേർത്ത നിലാവെളിച്ചത്തിൽ അവിടെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. വാതിലിന്റെ മുകളിൽ അലക്കുകൾ പോലെ ഏതൊക്കെയോ തൂക്കിയിട്ടുണ്ട്. അകത്തൊരു ചെറിയ മെത്തയും ഒരു കുഞ്ഞു ടേബിളും ചെയറും മാത്രമാണുള്ളത്. ടേബിളിന് മുകളിൽ ഒരു റാന്തലും തീപ്പെട്ടിയുമുണ്ട്. വളരെ മനോഹരമായ കുഞ്ഞൊരു വീട് പോലെ തോന്നി കൃഷ്ണയ്ക്ക് അവിടെ. ആ റൂമിൽ നിന്ന് പിറകിലേക്ക് മറ്റൊരു വാതിൽ കൂടി ഉണ്ട്. റൂമിനകം മുഴുവൻ നോക്കിയിട്ട് അവൾ ആ വാതിലിനടുത്തേക്ക് നടന്നു. അപ്പോഴേക്കും ജോയലും ടേബിളിന് മുകളിലിരുന്ന റാന്തൽ തെളിച്ചിരുന്നു. കൃഷ്ണ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. കയറി വരുമ്പോൾ പോലെയുള്ള ഒരു 3 പേർക്ക് നിൽക്കാൻ കഴിയും വീതം വരാന്ത പോലെ പലകകൾ കൊണ്ട് കെട്ടി മുളക്കമ്പുകൾ കീറി കൈവരി തീർത്തിട്ടുണ്ട് അവിടെയും. അവൾ ആ കൈവരിയിൽ പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് നോക്കി. മുന്നിലെ കാഴ്ചയിൽ അവളുടെ കണ്ണുകൾ വിടർന്നു. അവ തിളങ്ങി. ബംഗ്ലാവിൽ നിന്നും കുറച്ചു ദൂരെയായി പാറക്കെട്ടുകൾക്കിടയിലൂടെ തെന്നി നീങ്ങുന്ന പാലരുവി അവളുടെ കണ്ണുകളെ കുളിരണിയിച്ചു. അതൊഴുകി നീങ്ങുന്നതിന്റെ നേർത്ത ശബ്ദം തന്റെ കാതുകളിൽ അലയടിക്കുന്നത് അവൾ അറിഞ്ഞു. അതിനൊപ്പം വയറിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന 2 ബലിഷ്ഠമായ കൈകളുടെ കരുത്തും. ഇഷ്ടായോ സർപ്രൈസ്? അവൻ അവളുടെ കാതിൻ തുമ്പിൽ മെല്ലെ കടിച്ചുകൊണ്ട് ചോദിച്ചു. ഒത്തിരി. ചെവി ഒന്ന് വെട്ടിച്ചുകൊണ്ട് അവൾ കുറുകലോടെ പറഞ്ഞു. ജോയൽ അവളുടെ കാതിൻ തുമ്പിൽ ഒന്ന് നുണഞ്ഞു വിട്ടു. അവളൊന്ന് കുറുകിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് പുറം അമർത്തി വെച്ചു. ജോയലിന്റെ മുഖം അവളുടെ ചെവിയിൽ നിന്ന് ഇഴഞ്ഞ് കവിളിനും കഴുത്തിനും ഇടയിലായി അമർന്നു. അവൻ അവിടെ ചുണ്ടുകൾ ചേർത്ത് ആഴത്തിൽ ചുംബിച്ചു.
കൃഷ്ണ തൻ്റെ കഴുത്ത് പുറകിലേക്ക് വളച്ചുകൊണ്ട് അവൻ്റെ തോളിൽ അമർത്തി. അവൻ അവളെ ഒരു വരിയിൽ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് അവളെ കൈകളിൽ കോരിയെടുത്തു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. തണുത്ത കാറ്റിൻ്റെയും കോടമഞ്ഞിൻ്റെയും തണുപ്പ് ഇരുവരെയും പൊതിഞ്ഞിരുന്നു. ആ നേരം കൊണ്ട് തന്നെ ജോയൽ അവളെ അകത്തേക്ക് കൊണ്ടുവന്ന് ആ ചെറിയ മെത്തയിൽ ചായച്ചു കിടത്തി. തന്നിലേക്ക് അവനെ സ്വീകരിക്കും പോലെ അവളുടെ കണ്ണുകൾ അവനെ വശ്യതയോടെ ഒഴിഞ്ഞു. അവൻ ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഷർട്ട് അഴിച്ചു മാറ്റിക്കൊണ്ട് അവളിലേക്ക് അമർന്നു. അവൻ്റെ കൈകൾ അവളെ തലോടി. ചുണ്ടുകൾ അവളിലെ സ്ത്രീയെ ഉണർത്തി. ദന്തങ്ങൾ അവളിൽ നോവുണർത്തുന്നതും നാവ് അവിടെ തഴുകുന്നതും ചെയ്തു. അവൻ്റെ കൈകളാൽ അവളുടെ വസ്ത്രങ്ങൾ അഴിഞ്ഞു മാറി, ഒപ്പം അവൻ്റേതും. ആ കൊടിയ തണുപ്പിൽ പരസ്പരം പ്രണയിച്ചും കാമിച്ചും ചൂട് പകർന്നുകൊണ്ട് അവർ ആ രാത്രി അവരുടേതാക്കി മാറ്റി. പുതിയൊരു കാത്തിരിപ്പിൻ്റെ ചെറിയ തുടുപ്പ് തന്നിൽ ഉടലെടുക്കുന്നത് അവളും തൻ്റെ പ്രണയം അവളിൽ തുടിക്കുന്നുവെന്ന് അവനും ആ നിമിഷം അറിഞ്ഞിരുന്നില്ല. ഇവിടെ ഇഷ്ടമായോ നിനക്ക്? തൻ്റെ കയ്യിൽ തൂങ്ങി നടന്ന് കൗതുകത്തോടെ തോട്ടത്തിലെ കാഴ്ചകൾ കാണുന്ന കൃഷ്ണയോട് ജോയൽ പ്രണയത്തോടെ ചോദിച്ചു. ഒത്തിരി ഇഷ്ടമായി ജോ, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. ജോയൽ ചിരിച്ചു. അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഓരോന്ന് ചെയ്യാനും അവൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാനും വല്ലാത്ത ഉത്സാഹമായിരുന്നു ജോയലിന്. ഒരാഴ്ച മുഴുവൻ അവിടുത്തെ മുന്തിരിത്തോട്ടങ്ങളിലും ഏലത്തോട്ടങ്ങളിലും പൈൻ കാടുകളിലും അവൾ മതിമറന്ന് ആഘോഷിച്ചു. അവർക്കൊപ്പം എല്ലായിടത്തും പൊന്നുവും കൂട്ടിനുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ആ മനോഹരമായ യാത്രയും അവസാനിച്ചു. അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ പൊന്നുവിൻ്റെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞുപോയി. അവരെയൊക്കെ പിരിയാൻ അത്രയും വേദന തോന്നിയിരുന്നു ആ കുഞ്ഞു മനസ്സിന്. ഇനിയും വരാമെന്നൊക്കെ പറഞ്ഞ് അവളെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചാണ് അവരവിടെ നിന്നും തിരിച്ചത്. തിരികെ പോകുമ്പോൾ ലെവിൻ്റെയും മാധുവിൻ്റെയും കാര്യം കുരിശിങ്കലുള്ളവരെ അറിയിക്കാനും അവർ തീരുമാനിച്ചിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ യാത്രയൊക്കെ? അടിച്ചു പൊളിച്ചോ എല്ലാവരും? തോട്ടത്തിൽ നിന്നും തിരികെ വന്ന പിള്ളേരോട് വിശേഷം ചോദിക്കുകയാണ് സേവ്യർ. നമുക്കെന്താ അടിച്ചു പൊളിയാണ് വല്യപ്പച്ച. പോയതുകൊണ്ട് ഗുണമുണ്ടായത് ഇവിടെ മറ്റു പലർക്കുമല്ലേ? ലെവിനെ ഇടം കണ്ണാൽ നോക്കിക്കൊണ്ട് ജോബിൻ അർത്ഥം വെച്ച് പറഞ്ഞു. അവൻ തനിക്കിട്ട് വച്ചതാണെന്ന് മനസ്സിലായപ്പോൾ ലെവിൻ ജോബിനെ നോക്കി പല്ല് കടിച്ചു. എന്നതാടാ രണ്ടും കൂടി കഥകളി കളിക്കുന്നത്? എന്നതാ ഒപ്പിച്ചത്? സേവ്യറിൻ്റെ തൊട്ടടുത്തിരുന്ന മറിയം ജോബിനെയും ലെവിനെയും ചൂഴ്ന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഓ, പ്രത്യേകിച്ചൊന്നുമില്ല വല്യമ്മച്ചി. ദേ ഈ ഇരിക്കുന്നവന് ഒരു പ്രേമം. അതൊന്നും ഇവിടെ അവതരിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നു, അത്ര തന്നെ. ജോയൽ ഒരു ഈണത്തിൽ പറഞ്ഞുകൊണ്ട് തൻ്റെ അടുത്തിരിക്കുന്ന കൃഷ്ണയുടെ തോളിലൂടെ കൈകിട്ട് പിടിച്ചു. ഓ, അത് പറയാനാണോ ഇവൻ ഇങ്ങനെ ഇരുന്ന് വിയർക്കുന്നത്? ഇതൊക്കെ ഇങ്ങനെയേ വരൂവെന്ന് ഞാൻ പണ്ടേ മനസ്സിലാക്കിയതാ. ഇനി നീ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എപ്പോഴാ പറയുന്നതെന്ന് നോക്കിയിരിക്കുമായിരുന്നു. പെണ്ണ് ആരാണെന്ന് പറഞ്ഞിരുന്നേൽ പോയി കാണാമായിരുന്നു. സേവ്യർ കുസലില്ലാതെ പറയുന്നത് കേട്ട് എല്ലാവരും വാ തുറന്നുപോയി. അപ്പച്ചനാണ് ഈ പിള്ളേരെ എല്ലാം വഷളാക്കിയത്. അനുഭവിച്ചോ? ജോൺ സേവ്യറിനെ നോക്കി ചുണ്ടു കൊട്ടിക്കൊണ്ട് പറഞ്ഞു. അല്ലാതെ നിന്റെയൊക്കെ വളർത്തുദോഷം കൊണ്ടല്ല അല്ലയോടാ? ജോണിനെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് സേവ്യർ ചോദിച്ചു. ജോൺ അയാളെ നോക്കി ഇളിച്ചു കാണിച്ചു. നീ കൂടുതൽ ഇളിക്കല്ലേ. സൽപുത്രന്മാരുടെ വേണ്ടാദിനങ്ങൾ ഓരോന്നായി ഞാൻ പറഞ്ഞു തുടങ്ങിയ നീ പിന്നെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. സേവ്യർ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ജോൺ ഡീസൻ്റായി. ചേട്ടായിക്ക് വല്ല കാര്യമുണ്ടായിരുന്നോ? മിണ്ടാതെ അവിടെങ്ങാനും ഇരുന്നാൽ പോരായിരുന്നോ? ജോസഫ് ജോണിനെ കളിയാക്കി. ജോൺ എല്ലാത്തിനെയും പുച്ഛിച്ചുകൊണ്ട് മുഖം തിരിച്ചിരുന്നു. പോൾസാ, നിനക്ക് എന്നതാനേലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. നിന്റെ ചെറുക്കൻ്റെ കാര്യമല്ലേ? സേവ്യർ പോൾസനോട് അഭിപ്രായം ചോദിച്ചു. ഞാൻ എന്തു പറയാനാ അപ്പച്ച? പിള്ളേരുടെ ഇഷ്ടമല്ലേ, അതെന്താന്ന് വെച്ചാൽ അങ്ങനെ നടക്കട്ടെ. നമുക്ക് കൊച്ചിനെ പോയി കണ്ടിട്ട് ഇതങ്ങ് ഉറപ്പിക്കാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം കൊച്ചാരാണെന്ന് പറ, എന്നിട്ടല്ലേ ബാക്കി. പോൾസൺ അയാളുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഷേർലി അതിനിടയിൽ കയറി ലെവിനോട് ചോദിച്ചു. മാധുരി. ലെവിൻ ഒരു എളിയോടെ പറഞ്ഞു. കർത്താവേ, കൊച്ചു ക്രിസ്ത്യാനിയല്ലയോ? ഇത് നടക്കുന്ന ബന്ധം തന്നെയാണോടാ, അതോ ഇനി വെട്ടും കുത്തും നടത്തേണ്ടി വരുമോ? ജാൻസി ആദിയോടെ ചോദിച്ചു. ഏയ്, ഒരു പ്രശ്നമില്ല മമ്മി. അവളുടെ വീട്ടിൽ എല്ലാവർക്കും സമ്മതമാണ്. നമ്മൾ എപ്പോഴാ ചെല്ലുന്നതെന്ന് നോക്കിയിരിക്കുക അവളുടെ അച്ഛനും അമ്മയും. ലെവിൻ ഒരു ഇളിയോടെ പറഞ്ഞു. ഓ, അപ്പോൾ എൻ്റെ മോൻ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാ അല്ലയോ ഈ പണിക്ക് ഇറങ്ങിയത്? ജാൻസി അവനെ നോക്കി കണ്ണുരുട്ടിയപ്പോൾ ലെവിൻ ജോബിൻ്റെ പിന്നിലേക്ക് നീങ്ങി. എന്നാ പിന്നെ അടുത്തൊരു നല്ല ദിവസം നോക്കി നമുക്ക് കൊച്ചിനെ പോയി കാണാം അല്ലേ? സേവ്യർ ചോദിച്ചപ്പോൾ എല്ലാവരും സമ്മതം അറിയിച്ചു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അടുത്തൊരു ദിവസം തന്നെ കുരിശിങ്കൽ നിന്നും സേവ്യറും പോൾസനും ജാൻസിയും ലെവിനും കൂടി പോയി മാധുവിനെ ഒഫീഷ്യലായി പെണ്ണ് കണ്ട് കെട്ടുറപ്പിച്ചു. അധികം താമസമില്ലാതെ തന്നെ അവരുടെ കല്യാണം നടത്താൻ അവർ തീരുമാനിച്ചു. എല്ലാവരിലും സന്തോഷം നിറഞ്ഞു. ജോ, ആ ഷർട്ട്. ഓഫീസിലേക്ക് പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്ന ജോയലിന് നേരെ അയൺ ചെയ്ത ഷർട്ട് നീട്ടിക്കൊണ്ട് കൃഷ്ണ പറഞ്ഞു. അവളുടെ കയ്യിൽ നിന്ന് ഷർട്ട് വാങ്ങിയിട്ടുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ മുത്തി. പോയിട്ട് വരാം, ലേറ്റായി. അവളിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് അവൻ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. ജോ വാതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് കൃഷ്ണയുടെ തളർച്ചയോടെയുള്ള ശബ്ദം അവൻ്റെ കാതിൽ പതിയുന്നത്.
സംശയത്തോടെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവനെ ഞെട്ടിച്ചുകൊണ്ട് കൃഷ്ണ നിലത്തേക്ക് കുഴഞ്ഞു വീണിരുന്നു. കൃഷ്ണ! അവനെ ഉറക്കെ വിളിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് ഓടിച്ചെന്നു. കൃഷ്ണ, കണ്ണു തുറക്ക്! അവൻ അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. പക്ഷേ അവൾ ഉണർന്നില്ല. ജോയിച്ച, എന്താടാ? അപ്പോഴേക്ക് ശബ്ദം കേട്ട് ഓഫീസിൽ പോകാൻ ഇറങ്ങുകയായിരുന്ന ജോബിനും കാശിയും അവിടേക്ക് ഓടി വന്നു. ഇച്ചായ, കൃഷ്ണ കണ്ണു തുറക്കുന്നില്ല. എന്താ പറ്റിയെന്ന് അറിയില്ല, ജോയൽ വെപ്രാളത്തോടെ പറഞ്ഞു. കാശിയും ജോബിനും പേടിയോടെ പരസ്പരം അവൾക്കടുത്തേക്കിരുന്നു. കിച്ചു മോളെ! കാശി അവളുടെ കവിളിൽ തട്ടി വിളിച്ചു നോക്കി. പക്ഷേ കൃഷ്ണയുടെ ഭാഗത്തു നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. ജോയിച്ച, മോളെ എടുക്കടാ. ഡോക്ടർ, എന്തെങ്കിലും ഒന്ന് പറയൂ. എൻ്റെ കൃഷ്ണയ്ക്ക് എന്താ? ഏയ്, താൻ ഇങ്ങനെ ടെൻഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. കൃഷ്ണയുടെ ഏറ്റവും വലിയ സംശയത്തിനുള്ള മറുപടി കിട്ടിയിട്ടുണ്ട്. ആള് പറയും എന്താണെന്ന്. താൻ റൂമിലോട്ട് ചെല്ല്. ഡോക്ടർ പറയേണ്ട താമസം. ജോയൽ ഇറങ്ങി ഒരു ഓട്ടമായിരുന്നു പുറത്തേക്ക്. ആ ഓട്ടം ചെന്ന് നിന്നത് കൃഷ്ണ കിടക്കുന്ന റൂമിലാണ്. അവൻ ചെല്ലുമ്പോൾ അവൾ ബെഡിൽ കണ്ണുകളടച്ച് കിടക്കുകയാണ്. അവൻ പതിയെ അവൾക്കടുത്തേക്ക് നടന്നു. അവിടെ കിടന്നൊരു ചെയർ വലിച്ചിട്ട് അവൻ അവൾക്കരിയിലേക്കിരുന്നു. കൃഷ്ണ! അവളുടെ തലമുടി തഴുകിക്കൊണ്ട് അവൻ വേദനയോടെ വിളിച്ചു. അവൾ പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു. തുറന്ന കണ്ണുകൾക്ക് മുന്നിൽ ജോയലിനെ കണ്ടതും കൃഷ്ണയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്താടാ, എന്താ പറ്റിയത് നിനക്ക്? കണ്ണുകൾ നിറച്ചുകൊണ്ടുള്ള അവൻ്റെ ചോദ്യത്തിൽ ഒന്നുയർന്നുകൊണ്ട് അവൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. കൃഷ്ണ, എന്താടാ? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്നെ ടെൻഷനാക്കാതെ കാര്യം പറ. ജോയൽ യാചന പോലെ പറഞ്ഞപ്പോൾ അവൾ അവനിൽ നിന്ന് വിട്ടുമാറാതെ തന്നെ അവൻ്റെ വലം കൈ പിടിച്ചെടുത്ത് തൻ്റെ അണിവയറിലേക്ക് ചേർത്ത് വെച്ചു. ജോയൽ ഞെട്ടിപ്പോയി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കൃഷ്ണ, ഇത് സത്യമാണോ? അവൻ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് ഇടർച്ചയോടെ ചോദിച്ചു. കൃഷ്ണ നിറകണ്ണുകളോടെ അതേ എന്ന് തലയനക്കി. നമ്മുടെ കാത്തിരിപ്പ് അവസാനിച്ചു ജോ. സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും വിങ്ങി പൊട്ടിക്കൊണ്ട് കൃഷ്ണ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചാഞ്ഞു. അവൻ്റെ കൈകൾ നിറഞ്ഞ മനസ്സോടെ അവളെ തന്നിലേക്ക് ചേർത്തണച്ചു. അതുവരെയുള്ള അവരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ഒരു കുഞ്ഞു ജീവൻ കൂടി അവർക്കിടയിലേക്ക് കടന്നു വന്നതിൻ്റെ സന്തോഷത്തിൽ കുരിശിങ്കൽ തറവാട്ടിൽ അന്നൊരു ആഘോഷം തന്നെയായിരുന്നു.